ഹലോ ഗായ്സ്, അപ്പോൾ മലയാളി മാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 7 ബെസ്റ്റ് വേയ്സ് ടു മേക്ക് മണി ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യാൻ കഴിയുന്ന 7 ബെസ്റ്റ് വേയ്സ്, ഏറ്റവും നല്ല വഴികളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബൂം. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഒന്നാമത്തെ കാര്യം തന്നെ പറയുകയാണ്. ഒന്നാമതായിട്ടുള്ള വഴിയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിലൂടെയുള്ള വിൽപ്പന, കൊമേഴ്സ്. അതായത് ഫിസിക്കലായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ സെൽ ചെയ്യാണ്. അതായത് നമ്മളെടുത്തുണ്ടാകുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ഓൺലൈൻ വഴി സെൽ ചെയ്യുക. ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഏതിലൂടെയും നമ്മൾ സെൽ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു വഴിയുണ്ട്, അലിബാബയിൽ നിന്ന് സാധനം എടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് സെൽ ചെയ്യുക. അല്ലെങ്കിൽ വല്ല ഹോൾസെയിൽ കടയിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് സെൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കച്ചവടത്തിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് നമുക്കറിയാം. ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ, അതുപോലെയുള്ളതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഈ കാലത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണത്. അതിന് ഒരുപാട് ലേണിങ്ങും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് ക്യാപിറ്റലും ആവശ്യമായി വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ദാറ്റ് ഈസ് ഡ്രോപ്പ് ഷിപ്പിംഗ്. രണ്ടാമത്തെ കാര്യം ഡ്രോപ്പ് ഷിപ്പിംഗ്. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ? അതിനു മുമ്പ് പറയട്ടെ, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ആദ്യത്തെ മെറിറ്റ്, അതിൻ്റെ മെച്ചം എന്താണെന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം ലെസ് ക്യാപിറ്റൽ, അതായത് അതിന് ചിലവ് കുറവാണ്. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുകയോ ഹോൾസെയിലായിട്ട് ശേഖരിക്കുകയോ വേണ്ട. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളവിടെ ഒരു മിഡിൽ പേഴ്സണായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ട്രാഫിക് വരുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ വെബ്സൈറ്റിലൂടെ ഓരോ ആൾക്കാരുടെ പ്രോഡക്റ്റ്സ് അതിലിടുന്നു. എന്നിട്ട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു? ഇത് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് നേരെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. എന്നാൽ നമ്മളവിടെ എടുക്കുന്ന റിസ്ക് എന്താ? ഒന്നും തന്നെ ഇല്ല. നമ്മൾ ജസ്റ്റ് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, നല്ല ട്രാഫിക്കുള്ളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നത് മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ ഓർഡർ വരുമ്പോൾ നമുക്ക് ഇമെയിലായി വരും. നമ്മളത് നേരെ എന്താണോ നമ്മൾ വിളിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ക്ലോക്കാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ക്ലോക്ക് ഉണ്ടാക്കുന്ന ആളെ ബന്ധപ്പെടണം. എന്നിട്ട് പറയുക, ഞങ്ങളെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഇങ്ങനെ ഇടും, അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ ഓർഡർ തരും, നിങ്ങൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കണോ? വേണ്ട. നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് പറയാം, നിങ്ങളെ സാധനം ഇന്ന അഡ്രസ്സിലേക്ക് വേണം, അതൊന്ന് ഷിപ്പ് ചെയ്യാമെന്ന്. അവർ ഷിപ്പിംഗ് കോസ്റ്റും കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് തരും. നമ്മളുടെ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ലെസ് ക്യാപിറ്റൽ, അതായത് കുറച്ച് പണം മതി, അതൊന്നും ആവശ്യമില്ല. ഓക്കെ, കുറച്ച് ആവശ്യമുണ്ടായിരിക്കാം. ഇപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിനുള്ള ഒരു മേഖലയാണ്, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവർക്ക് മന്ത്ലി ഇത്ര ഇൻകം എന്ന രീതിയിൽ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലോട്ട് പോവുകയാണ്, മൂന്നാമത്തെ വഴിയിലോട്ട് പോവുകയാണ്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് ആമസോൺ അസോസിയേറ്റ്. ആമസോൺ അസോസിയേറ്റ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ചാണ് ഇടുന്നത്. ആമസോൺ അസോസിയേറ്റിൽ എങ്ങനെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടത്താം, അതിനെക്കുറിച്ചുള്ളൊരു കോഴ്സ് തന്നെ ഞാൻ ഇടുന്നുണ്ട്. ഏതായാലും 10 വീഡിയോസോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോഴ്സാണത്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും നമ്മളൊരു മിഡിൽ പേഴ്സണായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആമസോൺ അസോസിയേറ്റ്സിലെ അഫിലിയേറ്റ് ആണെങ്കിൽ നമ്മളെന്താണ്, അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് നമ്മൾ ട്രാഫിക് സോഴ്സിൽ എവിടെയെങ്കിലും, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ബ്ലോഗ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും കൊടുത്തിട്ട് അതിലൂടെ കയറി ആരെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു കമ്മീഷൻ ലഭിക്കും. ഓക്കെ,
അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ആമസോണിലൊക്കെ ആണെങ്കിൽ ആ ലിങ്കിലൂടെ കയറി 24 മണിക്കൂർ കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്താലും 24 മണിക്കൂറിനുള്ളിൽ അയാൾ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്താലും നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആമസോൺ അല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം. ഇനി നാലാമതായിട്ട് നമ്മൾ പറയുന്നതാണ് സോഫ്റ്റ്വെയർ ബിസിനസ്. അതായത് നാലാമതായിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ ബിസിനസ്. എന്താണ് സോഫ്റ്റ്വെയർ ബിസിനസ്? ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇലോൺ മസ്കിനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇലോൺ മസ്ക് ഫസ്റ്റ് കയറി വന്നത് പേപ്പാളിലൂടെയാണ്. പേപ്പാൾ ഈസ് എ സോഫ്റ്റ്വെയർ ബിസിനസ്. അവിടെ ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് അതെന്ത് ചെയ്താണ് വിൽക്കുകയാണ് ചെയ്യുന്നത്. മില്യൺസ് ഓഫ് ഡോളറിനാണ് അത് വിറ്റത്. സോ ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ബിസിനസ്. അതാണ് സോഫ്റ്റ്വെയർ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യാനുള്ള നാലാമത്തെ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ബിസിനസ്. ഇനി അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസ്. അതായത് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും ബാക്കി എല്ലാ യൂട്യൂബേഴ്സ് ചെയ്യുന്നതും ഈ ഗൂഗിൾ ആഡ്സെൻസിൽ പെടുന്നു. അതേപോലെ തന്നെ ബ്ലോഗിങ് ഈസ് ആൾസോ എ ഗൂഗിൾ ആഡ്സെൻസ്. അതായത് ഇവിടെ എന്താണ്, ബ്ലോഗിങ് ആയാലും യൂട്യൂബ് ആയാലും നമ്മൾ ആദ്യം ഒരു ട്രാഫിക് നമ്മൾ കൊണ്ടുവരും. കുറച്ച് ആളുകളെ നമ്മളുടെ നമ്മളുടെ കണ്ടൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു. അതൊരു ലെവലെത്തുമ്പോൾ നമുക്ക് ഗൂഗിൾ എന്ത് ചെയ്യുന്നു, റവന്യൂ നൽകുന്നു നമ്മളുടെ കണ്ടൻറ്റിൽ ആഡ് റൺ ചെയ്യുന്നതിൽ. ഇപ്പോൾ ബ്ലോഗിലാണെങ്കിൽ അവരുടെ ആഡ് സൈഡിൽ കൊടുക്കുന്നതിന് അവർ റവന്യൂ കൊടുക്കുന്നു ആ ക്രിയേറ്റേഴ്സിന്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ ആഡ് റൺ ചെയ്യുന്നതിന് നമുക്ക് ക്രിയേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, പൈസ ലഭിക്കുന്നു. അപ്പോൾ അതാണ് അഞ്ചാമത്തെ വഴി, ദാറ്റ് ഈസ് ഗൂഗിൾ ആഡ്സെൻസ്. ഇനി ആറാമത്തെ വഴി പറയട്ടെ. ആറാമത്തെ വഴിയായ ഞാൻ പേരിട്ട് വിളിച്ചതാണ് എക്സ്പേർട്ട് ബിസിനസ്. എന്താണ് എക്സ്പേർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ? എക്സ്പേർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നത് ഓൺലൈൻ കോഴ്സസ്, ട്രെയിനിങ്, സോഷ്യൽ മീഡിയ ഏജൻസീസ്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ടാകും, നിങ്ങൾക്ക് യൂട്യൂബ് വളർത്താം, $500 പെർ മന്ത് ഫീ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മില്യണർ ആവാം, ട്രിക്ക് ഫോർ ₹500. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഓൺലൈൻ കോഴ്സുകൾ നടത്തിയിട്ടോ വല്ല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏജൻസി, അതായത് നമുക്കൊരുപാട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുണ്ട്, 1,00,000 ഫോളോവേഴ്സുള്ള, ഇവിടെയൊക്കെ ആഡ് റൺ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ ഏജൻസി എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നടത്തുക, ഇതാണ് ആറാമത്തെ ഏറ്റവും നല്ല വഴി. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പെടുന്നത്? ഓൺലൈൻ കോഴ്സുകൾ പെടുന്നുണ്ട്, ട്രെയിനിങ് ഓൺലൈൻ വഴി കൊടുക്കുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഏജൻസി. ഇതാണ് ആറാമത്തെ ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് മേക്കിംഗ് മണി. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തതാണ്, ഇത് ഏഴാമത്തത്. ഇതിനെ ഞാൻ പേരിട്ട് വിളിക്കുന്നു, ദാറ്റ് ഈസ് യൂട്യൂബ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഏഴാമത്തതും യൂട്യൂബ് കൊടുത്തു, അഞ്ചാമത് ഗൂഗിൾ ആഡ്സെൻസിനും യൂട്യൂബ് കൊടുത്തു? ബിക്കോസ് ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ ഏഴാമത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഈ 6 ഞാൻ പറഞ്ഞു, എക്സ്പേർട്ട് ബിസിനസ് വരെ 6 പറഞ്ഞു. ഈ 6 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യരുതൊരിക്കലും, പടിപടിയായി വരണം. ഓക്കെ, ഫോർ സപ്പോസ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ മേലത്തെ നിങ്ങൾക്ക് ഏതിലൂടെ പ്രൊമോട്ട് ചെയ്യാം? നിങ്ങളുടെ യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിങ്ങിലൂടെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ അതിലേറെ കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് യൂട്യൂബിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്യൂബിലൂടെ നിങ്ങളുടെ സ്റ്റോർ പ്രൊമോട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ടെന്നെങ്കിൽ നിങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യാം. സോഫ്റ്റ്വെയർ ബിസിനസ് ഉണ്ടെന്നെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങളുടെ യൂട്യൂബിൽ പരിചയപ്പെടുത്താം. ഓക്കെ, അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ്, ബ്ലോഗ് പേജസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അത് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും യൂട്യൂബിലൂടെ പരിചയപ്പെടുത്താം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏഴാമത്തത് യൂട്യൂബ് കൊടുത്തിരിക്കുന്നത്, അഞ്ചാമത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു തീർത്തത്. ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് 7 വേയ്സ് കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതും ഈ പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. ദാറ്റ് ഈസ് മലയാളി മാർക്ക്. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് ട്രിക്സ് ആൻഡ് ഓൺലൈൻ ഏർണിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മലയാളി മാർക്ക്.
ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. സോ സൈനിങ് ഓഫ്, താങ്ക് യു ഫ്രം മലയാളി മോക്ക്.